എൻ്റെ മകന് വയ്യ. ഞങ്ങൾ ഒരുപാട് പൈസ ചെലവാക്കിയിട്ട് എൻ്റെ കുട്ടിനെ ആസ്പത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആക്കി കൊടുന്നു. ഇതുവരെയും ഞങ്ങൾ ചെലവാക്കുന്നതായിരുന്നു. ഇനി ഞങ്ങൾക്ക് യാതൊരു നിവൃത്തിയില്ല. നിങ്ങളെ കൈ കാട്ടല്ലാണ്ട് ഒരു രക്ഷയില്ല. എൻ്റെ കുട്ടിനെ ഒന്ന് രക്ഷപ്പെടുത്തി തരും നിങ്ങൾ. ഞങ്ങൾക്ക് വേറൊരു ആശ്രയമല്ല, ഇത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. അതുകൊണ്ട് എൻ്റെ കുട്ടിനെ ഒന്ന് രക്ഷപ്പെടുത്തി തരും. ഞങ്ങൾക്ക് വേറെ ആരോടും പറയല്ല, നിങ്ങളോട് കൈ കെട്ടല്ലാണ്ട് യാതൊരു പാകമല്ല. നിങ്ങൾ ഞങ്ങളെ മോനെ രക്ഷപ്പെടുത്തി തരും. വേറെ ഒരു നിവൃത്തിയില്ലാത്തോണ്ടാണ് നിങ്ങളെ അടുത്ത് കൈ കാട്ടുന്നത്. ഞങ്ങളെ വീട് ലേലത്തിനായിട്ടായിരിക്കണത്. വേറെ ഒരു രക്ഷയില്ല. നിങ്ങൾ കൈ അയച്ചല്ലാണ്ട് ഞങ്ങളെ എല്ലാ കാര്യങ്ങളും സാധിപ്പിച്ചു തരണം. എന്റെ മോനെ ഒന്ന് രക്ഷപ്പെടുത്തി തരണം. ഇപ്പൊ നിത്യ ചെലവിന് മുഹൂർത്തത്തിലായിട്ടാണ് ഞാൻ കടയിൽ പോകുന്നത്. വയസ്സ് 10-75 ആയി. എന്നാലും ജീവിക്കാൻ മാർഗമില്ലാത്തോട്ട് പണിയെടുക്കും. എൻ്റെ പേര് ഷൈജിൽ. ഞാൻ ഒരു നഴ്സായിട്ട് ജോലി ചെയ്തിരുന്ന ആളാണ്. ഇപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ മുതലാണ് ശാരീരിക ബുദ്ധിമുട്ടുകൾ തുടങ്ങിയതും. വിദേശത്തായിരുന്നു. അങ്ങനെ നാട്ടിൽ വന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് 2 വൃക്കകളും തകരാറിലായിരിക്കണമെന്ന് മനസ്സിലായത്. ഇപ്പോൾ ആഴ്ചയിൽ 3 ദിവസം വെച്ച് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വൃക്ക മാറ്റിയേക്കല്ലാതെ വേറൊരു ചികിത്സ ഇല്ല എന്നാണ് പറഞ്ഞത്. വൃക്ക മാറ്റി വെക്കണമെങ്കിൽ വലിയൊരു തുക വേണ്ടി വരും. 50 ലക്ഷത്തോളം രൂപ വരുമെന്നാണ് ഡോക്ടർമാരൊക്കെ പറഞ്ഞത്. അപ്പോൾ അതിനായിട്ട് എല്ലാവരും സഹായങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സഹായിക്കണം. 27-ാം വാർഡിലെ തോടുകാട്ടിൽ ഷൈജിൽ എന്ന യുവാവ് 2 വൃക്കകളും തകരാറിലായി ആഴ്ചയിൽ 3 ഡയാലിസിസിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമായി വളരെ പിന്നോക്കാവസ്ഥയിലുള്ള ആ യുവാവിന്റെ കുടുംബം അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് മറ്റുള്ളവരുടെ സഹായം തേടേണ്ട അവസ്ഥയിലാണ്. അദ്ദേഹത്തിന്റെ 2 വൃക്കകളും മാറ്റിവെക്കുന്നതിന് 50 ലക്ഷം രൂപയെങ്കിലും സമാഹരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നാട്ടുകാരെല്ലാവരും ചേർന്നൊരു ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. എല്ലാവരും അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ചികിത്സാവശ്യം നിറവേറ്റി കൊടുക്കണമെന്ന് നഗരസഭാ ചെയർമാൻ എന്ന നിലയ്ക്ക് ആവശ്യപ്പെടുകയാണ്. ഞാൻ ഷൈജിലിന്റെ വാർഡിലെ കൗൺസിലറാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഷൈജിലെ 2 വൃക്കകളും തകരാറിലായിട്ട് അത് മാറ്റിവെക്കാനുള്ളൊരു ആവശ്യവുമായി ബന്ധപ്പെട്ട് ഞങ്ങളിവിടെ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പരമാവധി ആളുകൾ സഹായിക്കുക, സാമ്പത്തികമായിട്ടും മറ്റത് ഷെയർ ചെയ്തുകൊണ്ടും, ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ടും ആ ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളെല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടാവും. ജീവിക്കാൻ തന്നെ വളരെ പ്രയാസപ്പെടുന്ന സാഹചര്യമാണ് ഇന്ന് അവരുടെ കുടുംബത്തിലുള്ളത്. വീട് ഇപ്പോൾ ജപ്തി നേരിട്ടുകൊണ്ടിരിക്കുന്നത്.